സുഹൃത്തുക്കളെ, സുൽഫിയാണ്. ഇന്ന് എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ, നമ്മുടെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇന്ന് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇലക്ഷന് മുമ്പേ നമ്മൾ പിഷാരടി ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ടത് ചോദിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറയാം. പിന്നെ നമുക്ക് ഈ ബസ്സിലൊക്കെ സ്ത്രീകൾക്കും അതേപോലെ ആളുകൾക്കും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞത് ആ ഒരു കാര്യം എങ്ങനെയാണ്? അതും നമ്മളൊരു പ്രീമിയം ലെവലിൽ അങ്ങനെ ചിന്തിക്കുന്നത് പോലെ അല്ല. അതൊരു വലിയ കാര്യമാണ്. ചെറിയ ചെറിയ ചില യാത്രകളുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുന്നതിനകത്ത് ചെറിയ തീർത്ഥാടനത്തിന് പോവുക, ഒന്ന് അടുത്തുള്ള അമ്പലത്തിൽ വരെ രാവിലെ പോയിട്ട് വരിക, ബസ് ഉണ്ടെങ്കിൽ ജംഗ്ഷനിൽ ചാടി കയറി പോകാവുന്ന. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ചില ദൂരങ്ങൾ നടക്കാവുന്ന ദൂരവുമല്ല, ബസ്സിന് പോകാവുന്ന ദൂരവുമല്ല. ചെറിയൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ആൾക്കാർ എത്രയും പൈസ മുടക്കി പോകണമെന്ന് ആലോചിക്കുന്നിടത്ത് അത് നമുക്ക് ഇവിടെ കയറി അവിടെ ഇറങ്ങാം, അവിടെ കയറി ഇവിടെ ഇറങ്ങാം. ഒപ്പം ദൂര യാത്രകളുള്ള ബന്ധുക്കളോ മക്കളോ ഒക്കെ ഇത്തിരി ദൂരെയായിട്ടുണ്ട്, ഒന്ന് പോയിട്ട് വരണം, അത് ഒരു ഡെയിലി ബേസിൽ പോയിട്ട് വരണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഒരു വൺ ടൈം യാത്ര പോലെ അല്ല ഡെയിലി പോയി വരുന്നത്. വൺ ടൈം യാത്ര ചെയ്യുന്ന ആൾക്ക് ശരി ഒരു 50 രൂപയായി ഒരു 20 രൂപയായി എന്ന് പറയുന്നത് പോലെ അല്ല. ഒരാൾക്ക് ഒരു ആശുപത്രിയിൽ ഒരാൾ അഡ്മിറ്റായി, നമുക്ക് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകണം, ഉച്ചയ്ക്ക് ചോറ് വന്ന് എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞ് ഒരു 4 പ്രാവശ്യം ഒരു ദിവസം ഒരേ റൂട്ടിൽ ഒരാഴ്ച യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. അവരെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണ്. ഉറപ്പായിട്ടും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ കോൺഗ്രസ് വന്ന ഉടനെ തന്നെ ആ ഒരു പ്ലാനിങ് സ്റ്റാർട്ടിംഗ് ഉറപ്പായിട്ടും ചെയ്യും. ശരി, അത് മാത്രമല്ല ഞാൻ ചോദിച്ചത്, വേറെയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ പിഷാരിച്ചായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെൻഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നടപ്പാക്കുന്ന കാര്യങ്ങൾ എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഇവർ ഈ ഒരു സംഭവം ഇന്നത് നിറവേറ്റി, ഇന്നത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ VD സതീശൻ സാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരുപാട് വീഡിയോസ് ഇട്ട ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ ഒരു കാര്യം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം നിറവേറ്റി എന്നാണ്. ആ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ആ ഒരു കേരളത്തിൽ. പിന്നെ അതേപോലെ തന്നെ ഇതിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, KSRTCയിൽ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര കൊടുക്കുന്നില്ല, എല്ലാ ബസ്സിലും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ കുറച്ചുള്ള ആളുകൾക്കൊക്കെ, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് ഇന്നും ഇപ്പം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയൊന്നുമല്ല. തമിഴ്നാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സ്ത്രീകൾക്ക്, അതേപോലെ എല്ലാ സ്ത്രീകൾക്കും, തമിഴ്നാട് സ്ത്രീകൾക്ക് എന്നല്ല, അവർക്ക് ബസ്സിൽ സൗജന്യ യാത്ര, അതേപോലെ എല്ലാ ബസ്സിലും അല്ല, കുറച്ച് ബസ്സുകൾ. അതേപോലെ തന്നെ കർണാടക അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ആവശ്യമില്ലാതെയാണ് നല്ലൊരു ദിവസം, നല്ലൊരു മാതൃകയായി മാറാൻ പോകുന്ന ഈ ഒരു ദിവസങ്ങൾ തന്നെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരടുത്ത് പറയാന്നുണ്ടെങ്കിൽ, ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയാതെ അല്ല, എല്ലാവർക്കും ഇത് അറിയാം. അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ പോകണം, അതേപോലെ ഏതേത് ബസ്സിൽ കയറണം. KSRTC ആയാലും എല്ലാ ബസ്സിലും അങ്ങനെ കയറ്റാനൊന്നും പറ്റില്ല. അതിനൊക്കെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ച് തന്നെയാണ്. അതേപോലെ ടിക്കറ്റ് എടുക്കുന്ന പോലെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത് ആ പേര് പറഞ്ഞ് നമ്മൾ നോർമലായിട്ട് ടിക്കറ്റ് എടുക്കുന്ന പോലെ എടുക്കണം, പൈസ മാത്രം കൊടുക്കണ്ട എന്നുള്ള ആ ഒരു കാരണങ്ങളാണ്. പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ള പോലെ തന്നെ സൗജന്യ യാത്ര ഉള്ള പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിലും എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, അവരിനെയും നമ്മൾ കൂടെ തന്നെ നിർത്തണം എന്നുള്ളതാണ്. അവരും നമ്മൾ വ്യത്യാസമായിട്ട് കാണരുത്, നമ്മൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിർത്തണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് പോസ്റ്റുകളും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പുരുഷന്മാർക്കില്ല, അത് കാരണം പുരുഷന്മാർക്ക് ഭയങ്കര ഇതാണ്, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുരുഷന്മാരെ വേറെ, സ്ത്രീകളെ വേറെ ആയിട്ട് കാണുകയാണോ, എന്താണ്? ഇപ്പൊക്കെ രണ്ടുപേരും ഈക്വൽ റേസ് അല്ലേ, അപ്പോൾ പുരുഷന്മാർക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു മൊത്തമായിട്ട് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗവൺമെൻറ്റിന് തരാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടല്ലോ, അന്ന്
അന്നൊരു ആശ്വാസം നമുക്കും മറ്റുള്ള സംസ്ഥാനത്ത് അഭിമാനത്തോടു കൂടി പറയാം. എന്താ വെച്ചാൽ നമ്മുടെ സംസ്ഥാനം സ്ത്രീകൾക്ക് ബസ്സുകളിൽ ഫ്രീ ആണ് എന്നുള്ളത്. ഞാൻ തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾക്കൊക്കെ ഓരോ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ സ്ത്രീകൾക്ക് ഒക്കെ സൗജന്യ യാത്ര കിട്ടുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ നമ്മളെടുത്ത് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ, നിങ്ങളുടെ നാട്ടിൽ നടപ്പിലാക്കിയില്ലേന്ന്. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിഷമത്തോട് കൂടിയിട്ടായിരുന്നു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് അവിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കും ഇനി അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്കും ഞങ്ങൾ ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്തിട്ടുണ്ട്, അതേപോലെ കോൺഗ്രസ് ഗവൺമെൻറ് വന്നിട്ട് അത് നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത്, അതും വി ഡി സതീശൻ സാർ തന്നെ വന്നിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും കുറ്റം പറയരുത്. അതേപോലെ തന്നെ ഇപ്പം കിട്ടിയത് നമുക്ക് വലിയൊരു നിധിയായി കണക്കാക്കണം. ഇത് ഇത്രയും കാലം നമുക്ക് ഒരിക്കലും എവിടെയും ആരും ഇതേവരെ തന്നിട്ടില്ല. അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ കണക്കിലെടുത്തിട്ട് അതേപോലെ പുരുഷന്മാർക്കില്ല എന്ന് കണക്കിൽ, അപ്പം നമ്മുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും അതേപോലെ നമ്മുടെ മക്കളും അതേപോലെ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ 4 പേര് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് എടുത്താൽ പോരെ, ബാക്കി 3 പേര് സ്ത്രീകളാണെങ്കിൽ അവർക്ക് എടുക്കണ്ടല്ലോ. അതേ വലിയൊരു ഉപകാരമല്ലേ. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ പിഷാരടി ചേട്ടൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലൊക്കെ ഒരു അഡ്മിറ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ. അപ്പോൾ 3 നേരം ഭക്ഷണം കൊണ്ടുവരുന്നവരായിരിക്കും. അപ്പോൾ കൂടുതലും സ്ത്രീകളായിരിക്കും. അപ്പോൾ ഡെയിലി 3 നേരം പോയിട്ട് വരണം. അപ്പോൾ അവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഉപകാരമല്ലേ ഇത്. പറയാൻ പറ്റാത്തൊരു ഹെൽപ്പും അതേപോലെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഒരിക്കലും തിരുത്താനോ അതേപോലെ ഒരുപാട് പേര് ഇതിനെ ഒരുപാട് അവഹേളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും ഇത് ഒന്നും മാറിപ്പോകില്ല എന്നുള്ളതാണ്. അത്ര ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണിത്, മനസ്സിലായില്ലേ? ഇത് ഒരിക്കലും ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു സംഭവം കൂടിയിട്ടാണ്, അതും നിങ്ങൾ മനസ്സിലാക്കണം.